നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിധി ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഞാൻ കരുതി. പക്ഷേ താൻ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ശിവാനി കസിനാണെന്നുള്ള കാര്യം താൻ മറച്ചു വെച്ചത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് പോലും ഞാനിപ്പോൾ സംശയിക്കുന്നുണ്ട്. ഗൗതം എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. മാപ്പർഹിക്കാത്ത തെറ്റാ ഞാൻ ചെയ്തത്. എന്നെ ഒരു സ്പെഷ്യൽ ഫ്രണ്ടായി കണ്ട ആളെ ഞാൻ ചതിച്ചു. അമ്മാവനെ ഓർക്കുമ്പോൾ ഒന്നും തുറന്നു പറയാനും കഴിയുന്നില്ല. ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ 3 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. എൻ്റെ പെറ്റമ്മ പാറു, ഞാൻ അമ്മയെന്ന് വിളിക്കുന്ന ആൻറ്റി, പിന്നെ എൻ്റെ അനിയത്തി യാമിനി. 4മതൊരു പെണ്ണിനെ ഞാൻ ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഗൗതം, നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറയാൻ ഒരുപാട് വൈകി. എന്നാലും ഒരിക്കലും പറയാതിരിക്കുന്നതിലും നല്ലതാണ് ഇത്തിരി വൈകിയാണെങ്കിലും പറയുന്നത്. മോളെ, നീ എവിടെ പോവാ? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ടാ പോകുന്നേന്ന്? എനിക്കറിയില്ലമ്മേ. ഇനി ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് കുറച്ചു ദൂരം നടക്കണം. കാല് വേദനിക്കും വരെ നടക്കണം. എന്റെ മനസ്സ് എന്റെ കൈപ്പിടിയിൽ എത്തുന്നത് വരെ എനിക്ക് നടക്കണം. ഈ മാനസികാവസ്ഥയിൽ നിന്നെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഒന്ന് കരയണമെന്നുണ്ടെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ച് കരയും മോളെ. അമ്മയ്ക്കെന്താ എന്റെ മനസ്സ് കൈവിട്ടു പോകുന്ന പേടിയാണോ? അതെ. ഇല്ലമ്മേ, ഞാൻ ഒരിക്കലും തളരില്ല. ദൈവം എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞാൻ ജീവിച്ചു കാണിക്കും. ഒക്കെ ശരിയായിരിക്കും, പക്ഷേ നീ ഇപ്പൊ ഇവിടുന്ന് പോയാൽ ശരിയാവില്ല. എനിക്കൊന്ന് നടക്കണോ അമ്മേ? ഗൗതമിനെ കല്യാണം കഴിക്കാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എന്നാലും ഗൗതം എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കണ്ടിട്ടും തിരിച്ച് ഞാൻ അങ്ങനെ കരുതിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞാൻ കള്ളം പറഞ്ഞു എന്ന ഗൗതമിന്റെ വിശ്വാസം. അമ്മയ്ക്കറിയാലോ, ഞാൻ പഠിപ്പിച്ച കുട്ടികളെ പോലും കള്ളം പറയാൻ സമ്മതിക്കാത്ത ആളാ ഞാൻ. എന്നിട്ടും ഗൗതം എന്നെ തെറ്റിദ്ധരിക്കാൻ ഇടയായില്ലേ? അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? എല്ലാം ശിവാനി ഒപ്പിച്ച പണിയല്ലേ? പക്ഷെ അത് ഗൗതമിന് അറിയില്ലല്ലോ അമ്മേ. ശിവാനിയുടെ ജാതകം ദൈവം കൊണ്ടുവന്നതാണെന്നൊക്കെ ഗൗതമിന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ മനസ്സ് കരയായിരുന്നു. ആ അമ്മ പറയുന്ന ജാതകം എന്റേതാണെന്ന് അവരറിഞ്ഞാൽ എന്താവും അവസ്ഥ? ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. ഗൗതമിന്റെ ദീർഘായുസിന് വേണ്ടി ആ അമ്മ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തുക. ശിവാനി ഒരു ദൈവദൂതികയായി അവർ കാണുന്ന ഓരോ നിമിഷവും ഞാൻ എരിയുക. ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുന്നത് അമ്മയും ശിവാനിയും മാത്രമല്ലമ്മ, ഞാനും കൂടിയ. മോളെ, കല്യാണം കഴിഞ്ഞ് ഗൗതമിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ച ആ അമ്മ എന്നോട് പൊറുക്കുവോ? ആ കുടുംബം എന്നോട് പൊറുക്കുവോ? ഒക്കെ പോട്ടെ, ദൈവം എന്നോട് പൊറുക്കുവോ? നമ്മുടെ നെഞ്ചിൽ ഒരു നെരുപ്പോടെ എരിയുക മോളെ. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് ഉത്തരവില്ല. എനിക്കുത്തരവുണ്ട്. നിധി പറഞ്ഞതുപോലെ ദൈവത്തിന് നിരക്കാത്ത ചെയ്തത് ശിവാനി രേണുകയും മാത്രമല്ല, ഞാനും കൂടിയാ.
ആദ്യമേ ഞാനിത് തടയേണ്ടതായിരുന്നു. അന്ന് മിണ്ടാതെ നിന്നതാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. ജീവിതത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാത്ത നിധി പോലും ഞാൻ കാരണമാണ് ഗൗതമിന്റെ മുമ്പിൽ കള്ളിയായത്. അല്ല അമ്മാവ, ഇതെന്റെ വിധിയാ, എന്റെ മാത്രം. അല്ല മോളെ, ഈ ദുർവിധി തിരുത്താൻ എനിക്ക് പറ്റും. ചേരാത്ത ജാതകം ചേർത്ത് വെച്ചതുകൊണ്ട് ഗൗതമിന് ഒരു ആപത്തും വരാൻ പാടില്ല. ഞാനിപ്പോ തന്നെ ഈശ്വരമംഗലത്തേക്ക് പോവുകയാണ്. എല്ലാ സത്യങ്ങളും ഗൗതമിന്റെ കുടുംബത്തോട് എനിക്ക് തുറന്നു പറയണം. അത് കഴിഞ്ഞ് അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. വേണ്ട ഏട്ടാ, ഞങ്ങളുടെ ദുർവിധി ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഞാനത് അംഗീകരിച്ചിട്ടില്ല. ഞാൻ എന്റെ തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും. അയ്യോ മോളെ, ഇനി എല്ലാം പറഞ്ഞ കുഴപ്പാവും. നിശ്ചയിച്ച വിവാഹം മുടങ്ങിയ ഏട്ടന് താങ്ങാനാവില്ല. ഏട്ടനെ തടയണം. വാ അമ്മാവ, വേണ്ട, എന്നെ പിന്നീട് വിളിക്കണ്ട. എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യത്തിന് ഇറങ്ങിയതാ ഞാൻ. അമ്മാവ, അമ്മാവനെ ഞങ്ങൾ വിടില്ല. എന്നെ തടയരുത്. നിനക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഞാൻ. ലോകപരിചയമുള്ള ആളല്ലേ അമ്മാവൻ. അമ്മാവൻ ഇപ്പൊ ചെന്ന് ശിവാനിയുടെ ജാതകമല്ല എന്റെ ജാതകമാണ് ഗൗതമിന് ചേരുന്നതെന്ന് പറഞ്ഞ അവരെന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പകരം ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചതിന് അവര് നമുക്കെതിരെ തിരിയും. അമ്മാവന്റെ ഭാര്യയും മോളും കൂടി ചെയ്തത് ആൾമാറാട്ടോ. 3 വർഷം അവരകത്ത് കിടക്കും. അമ്മാവന് ഞാനും അമ്മയൊക്കെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങേണ്ടി വരും. നശിക്കുന്നെങ്കിൽ എല്ലാം നശിക്കട്ടെ മോളെ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും ശിവാനിയുടെ ജീവിതം നശിപ്പിക്കില്ല അമ്മാവ. അമ്മാവൻ അവളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും കല്യാണം മുടങ്ങിയ ഒരച്ഛന്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് അറിയാവുന്നവളാ ഞാൻ. അച്ഛന്ന് വിളിക്കാൻ എനിക്കൊരാളില്ലെങ്കിലും ഇത്രയും വർഷം ഞങ്ങൾക്ക് അഭയം തന്ന ഏട്ടനെ ഞങ്ങളായിട്ട് വിഷമിപ്പിക്കില്ല. ശിവാനി മൂലം ഗൗതമിന്റെ ആയുസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ സഹിക്കും? ഒന്നും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. ഏത് ജാതകത്തെക്കാളും വലുതാ ദൈവം എന്ന സത്യം. ഗൗതമിന് വേണ്ടി അദ്ദേഹത്തിന്റെ അമ്മ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നത് പോലെ ഇന്ന് മുതൽ ഞാനും പ്രാർത്ഥിക്കും. ഗൗതമിന് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി നാളെ മുതൽ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ദേവിയുടെ മുൻപിൽ ഭജനം ഇരിക്കും. എന്റെയും ആ അമ്മയുടെയും പ്രാർത്ഥന ഏതാപത്തിൽ നിന്നും ഗൗതമിനെ രക്ഷിക്കും.